അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമുള്ളൊരു ചോക്ലേറ്റ് പുഡിങ് അല്ലെങ്കിൽ ചോക്ലേറ്റ് മൂസ് കേക്കാണ്. അപ്പോൾ ഹോസ്റ്റലിലൊക്കെ ഉള്ളവരാണെങ്കിലും ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വെരി ഈസി ആൻഡ് പീസി റെസിപ്പിയാണ്. ഓക്കെ, സോ ഞാൻ ഇതിൽ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയുടെ അവസാനം മെൻഷൻ ചെയ്യാം. ആദ്യം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബസ്മതി റൈസാണ്. നിങ്ങൾക്ക് ലെഫ്റ്റ് ഓവർ ചോറൊക്കെ വീട്ടിലിരിപ്പുണ്ട് അല്ലെങ്കിൽ ബാക്കി വന്ന ചോറുണ്ടെങ്കിൽ അതാണെങ്കിലും എടുക്കാം. സോ ആദ്യം തൊട്ട് പ്രിപ്പയർ ചെയ്യാനാണെങ്കിൽ ബസ്മതി റൈസ് എടുക്കുക. ഒരു 4 to 5 പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 ഗ്ലാസ് അരിയും 1.5 ഗ്ലാസ് വെള്ളവുമാണ് ബസ്മതി റൈസ്. എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് നമ്മുടെ ചോറ് വേവാൻ വേണ്ടി വെക്കുക. ഈ റൈസ് വേവാൻ ഒരു 10 to 15 മിനിറ്റ് എടുക്കും. ആ സമയത്ത് നമുക്ക് വെറുതെ ഇരിക്കേണ്ട, നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് അമൂലിൻ്റെ 90% ബിറ്റർ ഇൻറ്റൻസ് ഡാർക്ക് ചോക്ലേറ്റാണ്. നിങ്ങൾ ഡാർക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. ഓക്കെ, 90% ഡാർക്ക് ചോക്ലേറ്റ് നിങ്ങൾ ഉപയോഗിക്കരുത്. സോ ഞാൻ ആദ്യം റാപ്പറൊക്കെ പൊട്ടിച്ച് ചോക്ലേറ്റ്സ് എല്ലാം കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കാതെ ഒന്നെങ്കിൽ 75% ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുക, അല്ലെങ്കിൽ നോർമൽ മിൽക്ക് ചോക്ലേറ്റ്, ഫോർ എക്സാമ്പിൾ ഡെയറി മിൽക്കോ അങ്ങനെ ഏതെങ്കിലും ചോക്ലേറ്റ് എടുക്കുക. അല്ലെങ്കിൽ അമൂലിൻ്റെ തന്നെ മിൽക്ക് ചോക്ലേറ്റ് കിട്ടും, അത് മേടിക്കുന്നതായിരിക്കും നല്ലത്. സോ ഈ ചോക്ലേറ്റ്സ് എല്ലാം തന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി ഒരു പാത്രത്തിലോട്ട് ഇടുക. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്ന ഒരു ഡാർക്ക് ചോക്ലേറ്റ് ആയിരുന്നു. ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു നോക്കി, നല്ല കയ്പുണ്ട്. ആസ് യൂഷ്വൽ ഡാർക്ക് ചോക്ലേറ്റ്സ് നല്ല കയ്പാണ്. എന്നിട്ട് ഇത് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി ഒരു പാത്രത്തിലോട്ട് ഇടുക. നമ്മുടെ ചോറ് ഈ സമയത്ത് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. വെള്ളമെല്ലാം വറ്റി കറക്റ്റ് അളവിലാണ് വെള്ളവും ചോറും വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം ശകലം പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. ചോറ് അടിക്ക് പറ്റി എന്നാരും വിചാരിക്കേണ്ട, ഞാനിത് ഇളക്കിയിട്ട് കാണിക്കുന്നുണ്ട്. സോ ഇതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. നിങ്ങളാണെങ്കിൽ ബോയിൽ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ഒന്ന് സ്പൂണിട്ട് ഇളക്കി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഞാനത് ചൂടാറാൻ വേണ്ടി സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യണം. അതിന് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് ചൂടാക്കാൻ ബോയിൽ ചെയ്യാൻ വെക്കുക. ആൻഡ് അതിലോട്ട് നമ്മൾ ഈ ചോക്ലേറ്റ് ഇടുക. ഇതിടുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി പോലും വെള്ളവും ഇച്ചിരി പോലും മിൽക്ക് ഒഴിക്കരുത്. നിങ്ങളിനി ഒഴിച്ചാൽ തന്നെ അത് കട്ടിയായിട്ട് നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റാവും. പക്ഷെ അത് കട്ടിയായിട്ടൊരു എന്താ പറയണേ, ക്ലംസ് പിടിച്ച് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും. സോ ഇതിങ്ങനെ മെൽറ്റ് ചെയ്യാൻ വെക്കുക. വെള്ളം ഒഴിക്കരുത്, പാലും ഒഴിക്കരുത്. ഓക്കെ, ഒരു 5 to 6 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനൊരു ടെക്സ്ചർ കിട്ടും. ഇതിലും കുറച്ച് ലൈറ്റ് കൺസിസ്റ്റൻസിലായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഞാനൊരു മിസ്റ്റേക്ക് ഇവിടെ കാണിച്ചു, അത് ഞാൻ വീഡിയോയുടെ അവസാനം മെൻഷൻ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് ഞാനൊരു തുണി യൂസ് ചെയ്തിട്ട് മാറ്റുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾഡർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ തുണി യൂസ് ചെയ്യാം, എങ്ങനെയാണെങ്കിലും ചെയ്യാം. ഈ ജാറ് ചെറുതായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പേര് വലിയ ജാറിലോട്ട് ആക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്തെടുക്കുക. ഇത് എന്നിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട്, ഒരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. നിങ്ങളുടെ ബാറ്ററി ഇപ്പോൾ ഒത്തിരി ക്ലംസ് കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് ചൂട് പാലോ ഇച്ചിരിയും ചൂട് വെള്ളം ഒഴിച്ച് തിന്നാക്കുക. ഇത് മിക്സിയിൽ അടിക്കുമ്പോൾ തന്നെ ഒഴിച്ചാൽ മതി, അല്ലാണ്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ ചോക്ലേറ്റിലോട്ട് ഒഴിക്കരുത്. ഒരു സ്പാച്ചിലയോ സ്പൂണോ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ബൗളിലോട്ട് എല്ലാം മാറ്റി വയ്ക്കാം. ഞാൻ എൻ്റെ മണ്ടയിൽ കുറച്ച് ഷുഗർ
സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണേൽ ചെയ്താൽ മതി. ചുമ്മാ ഒരു ഡെക്കറേഷന് വേണ്ടി ഞാൻ ചെയ്തതേ ഉള്ളൂ. ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഫ്രീസറിൽ വെക്കണമെന്ന് നിർബന്ധമില്ല. ഞാനിവിടെ ഒരു ഐസ്ക്രീം സ്കൂപ്പർ യൂസ് ചെയ്ത് മാറ്റാൻ നോക്കുവാണ്. പക്ഷേ പിന്നെയാണ് മനസ്സിലായതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനൊരു സ്പൂൺ എടുത്തിട്ട് ബൗളിലോട്ട് മാറ്റുവാണ്. സോ അത്ര ഉള്ള നല്ല വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഞാൻ ചെയ്ത കുറച്ച് മിസ്റ്റേക്സ്, തെറ്റുകൾ പറഞ്ഞുതരാം, നിങ്ങളിത് ചെയ്യാതിരിക്കുക. സോ 90% ബിറ്റർ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം അത് ബിറ്ററാണെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഓർത്തത് പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കാം എന്നൊക്കെ പറഞ്ഞെടുത്തതാണ്. പക്ഷേ നടന്നില്ല. അവസാനം ഞാൻ എന്തോ ചെയ്തെന്ന് ചോദിച്ചാൽ കഴിച്ചു നോക്കി, അത് വേറെ കാര്യം. ഓക്കെ, അവസാനം ഞാൻ എന്തോ ചെയ്തെന്ന് ചോദിച്ചാൽ കുറച്ച് ഷുഗർ ഇട്ടു. എന്നിട്ട് നടന്നില്ല. ഞാനൊരു 4 to 5 സ്പൂൺ ഷുഗർ ഇട്ടതിന് ശേഷമാണ് എനിക്ക് കുറച്ച് മധുരമെങ്കിലും കിട്ടിയത്. ഇനിയും ഷുഗർ ഇട്ടിട്ട് ഷുഗർ മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് മിൽക്ക് ഒഴിച്ചു. അപ്പം ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത പോലെ ക്ലംസ് ഉണ്ടായി, കട്ട പിടിച്ചു. സോ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ എൻ്റെ വീഡിയോ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ മിൽക്കോ വെള്ളമോ ഒന്നും വയ്ക്കില്ലത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ക്ലംസ് ആയിട്ടിരിക്കുന്നത്, കട്ട പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഒരു ക്ലംസ് കട്ട പിടിച്ചത് ഒഴിവാക്കാൻ കുറച്ച് പാലും ഇതിനകത്തൊരു 2 to 3 സ്പൂണ് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് മെൽറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ അത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ചുകൂടെ തിന്നായി. ബാറ്റർ അത്യാവശ്യം തിൻ കൺസിസ്റ്റൻസി ആയിരുന്നു. ഇതൊരു 3 to 7 minutes മിക്സിയിൽ മിക്സ് ചെയ്തപ്പോഴാണ് നമുക്ക് നമ്മുടെ ബാറ്റർ കിട്ടിയത്. സോ അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ടു സബ്സ്ക്രൈബ് ഗൈസ്. എന്നാലും നിങ്ങൾക്ക് ഇത്ര ഈസി ആൻഡ് പീസി റെസിപ്പീസ് കിട്ടത്തുള്ളൂ വിത്ത് ദ മിസ്റ്റേക്സ്. സാധനം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ചെറിയൊരു കയ്പുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.